വയനാട് മാനന്തവാടി നഗരത്തിൽ ഭീതി വിതയ്ക്കുന്ന കാട്ടാനയെ മയക്കുവെടി വെക്കുന്നത് വൈകുന്നു. ആദ്യം ആന നിലയുറപ്പിച്ച സ്ഥലത്തുനിന്ന് മാറിയതോടെ മിഷൻ തണ്ണീർ അനിശ്ചിതത്വത്തിലായിരുന്നു. സമീപത്തെ കുന്നിലേക്ക് കയറിയ ആന തിരിച്ച് വാഴത്തോട്ടത്തിലേക്ക് എത്തി. ഇന്നലെ രാത്രിയാണ് വയനാട് തലപ്പുഴ സ്റ്റേഷൻ പരിധിയിലെ ജനവാസ മേഖലയിൽ 3 ആനകൾ ഇറങ്ങിയത്. ഇതിൽ 2 ആനകളെ കാട് കയറ്റിയെങ്കിലും ഒരെണ്ണം ജനവാസ മേഖലയിലൂടെ തന്നെ സഞ്ചരിക്കുകയായിരുന്നു. രാവിലെ 6 മണി മുതൽ മാനന്തവാടി നഗരത്തോട് ചേർന്നുള്ള പ്രദേശത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ് കാട്ടാന. മയക്കുവെടി വെച്ച് പിടികൂടിയതിനു ശേഷം കർണാടകയിലേക്ക് കൊണ്ടുപോകുമെന്ന് വയനാട് ജില്ലാ കളക്ടർ രേണുരാജ് പറഞ്ഞു. 4 ചുറ്റിലും വഴികളും സ്ഥാപനങ്ങളും വീടുകളും ഒക്കെ ഉള്ളതുകൊണ്ട് അതത്ര സുരക്ഷിതമല്ല. അപ്പോൾ അവിടെ നിന്ന് ഒരല്പം വനത്തേക്ക് മാറിയിട്ട് മയക്കുവെടി വെച്ച് അതിനെ പിടിച്ച് തിരിച്ച് കർണാടക ഫോറസ്റ്റിൻ്റെ സൈഡിലേക്ക് വിടാനാണ് നിലവിൽ ഡിപ്പാർട്ട്മെൻറ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. വിവരം അവരെ അറിയിച്ചിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥരും സജ്ജീകരണങ്ങൾ എത്തിയിട്ടുള്ളത് കൂടാതെ മുത്തങ്ങയിൽ നിന്ന് ആവശ്യം വന്നാൽ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി കുണ്ടിയാനകളും സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ഈ മയക്കുവെടി വെക്കാനുള്ള അന്തിമ തീരുമാനം എടുത്തോ? അതിന്റെ ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞോ? അത് തീരുമാനം എടുത്തിട്ടാണ് ഫോറസ്റ്റിന്റെ സീനിയർ ഓഫീസർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മാഡം അതിന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അങ്ങനെയാണ് നിലവിൽ ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചിരിക്കുന്നതാണ്. അവരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു. അവരാരെങ്കിലും വരുന്നുണ്ടോ മാഡം? അവിടെ നിന്ന് ഇങ്ങോട്ട് ആവശ്യമുണ്ടെങ്കിൽ അറിയിച്ചിട്ടുണ്ട്. വിവരം ഓൾറെഡി അറിയിച്ചിട്ടുണ്ട്. നിലവിലാണ് അക്രമങ്ങളൊന്നും രാത്രി തുടങ്ങി ചെയ്തിട്ടില്ല. ശാന്തനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതിനെ ക്യാപ്ചർ ചെയ്തിട്ട് തിരിച്ച് കർണാടക ഭാഗത്തേക്ക് വിടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ.